ജൂതന്മാർ ഭയന്ന് വിറയ്ക്കുകയാണ്. ഇസ്രായേൽ അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്നു. അവരുണ്ടാക്കിയെടുത്ത ഭൂമിയിലെ സ്വർഗം, അതായത് ജൂതന്മാരെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാൻ പോകുന്നു. അത് നമ്മുടെ രാജ്യത്തെ CPM ആണ്. CPM പോളിറ്റ് ബ്യൂറോ കൂടി അതിശക്തമായിട്ട് ഇസ്രായേലിന് എതിരെ പ്രമേയം പാസ്സാക്കിയിരിക്കുകയാണ്. MA ബേബി അത്യുച്ചത്തിൽ ഇസ്രായേലിനെതിരെ സംസാരിച്ചു. നെതന്യാഹു വരണ്ടുപോയി എന്നാണ് അറിയുന്നത്. എന്തായാലും ഇസ്രായേല് അതിഭീകരമായിട്ട് വിറച്ചു നിൽക്കുകയാണ്. ഈ അവസരത്തിൽ ട്രംപിൻ്റെ സഹായവും ഉണ്ടായാൽ പോലും ഈ CPMൻ്റെ ഈ ഭീഷണിയിൽ അതിജീവിക്കാൻ പറ്റുമോ എന്നുള്ള സംശയത്തിലാണ് നെതന്യാഹു നിൽക്കുന്നത്. നോക്കണേ, ഇന്ത്യയിലെ 1.47% വോട്ട് മാത്രം നേടിയിട്ടുള്ള MA ബേബിയുടെ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ശക്തി അപാരം തന്നെയാണ്. ഒരു രാജ്യത്തെ വിറപ്പിക്കാൻ കഴിയുന്നു. അതും അപാര തലയുള്ള, ഭൂമിയിൽ അപാര തലയുള്ളവരെന്ന് പറഞ്ഞാൽ ജൂതന്മാരാണ്. എല്ലാ പ്രധാനപ്പെട്ട ജീനിയസും ജൂതന്മാർ തന്നെ ആണല്ലോ ലോകത്ത്. അവരെയാണിപ്പോൾ മലയാളത്തിൻ്റെ അപാര ജീനിയസായ 2006 കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ നവമുണ്ടശ്ശേരി, അല്ലേ, അഭിനവ മുണ്ടൻ, രണ്ടാം മുണ്ടൻ, കേരളത്തിൻ്റെ സാംസ്കാരിക രംഗം മുഴുവൻ തീറെഴുതി വച്ചിരിക്കുന്ന ആൾ ഇപ്പോൾ നെതന്യാഹുവിനെ വരട്ടുകയാണ്. അവർ പറഞ്ഞിരിക്കുന്നത് ഗാസയിലെ ഇസ്രായേൽ കടന്നാക്രമണം അവസാനിപ്പിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നാണ് പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വളരെ കൃത്യമായിട്ടുള്ള ഒരു രാജ്യത്തെ, ലോകത്തെ അതിശക്തമായ ഒരു രാജ്യത്തെ ഇന്ത്യയിലെ ഒരു പാർട്ടി വിറപ്പിച്ചത് നമ്മുടെ ദേശീയ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മലയാളത്തിലെ ഒരു പത്രം മാത്രമേ അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അതിന് അവരുടെ ആ ചങ്കൂറ്റോ അവരുടെ നട്ടലിൻ്റെ ഉറപ്പും നമുക്ക് സമ്മതിച്ചു കൊടുക്കണം. അതിനൊക്കെ നമ്മൾ ദേശാഭിമാനി പത്രം തന്നെ വായിക്കണമെന്നാണ്. അതാണ് നമ്മൾ നേരത്തെ എഴുന്നേറ്റാൽ നേരറിയാൻ കഴിയും. പുലരും മുമ്പ് എഴുന്നേൽക്കണം, ദേശാഭിമാനി പത്രം വായിക്കണം. ഇതാണ് മലയാളികളുടെ ഒരു മുദ്രാവാക്യം. ഇതൊരു മന്ത്രം പോലെ നമ്മൾ കരുതേണ്ടതാണ്. മിക്കവാറും ഈ പല വീടുകളിലുമൊക്കെ ചില ഒരു ബോർഡ് ഇങ്ങനെ വെച്ചേക്കും, ഇന്നതാണ് ഞങ്ങളുടെ, ഇന്ന ദൈവമാണ് ഞങ്ങളുടെ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞതുപോലെ CPM ഇനി ഒരു ബോർഡ് കൊടുക്കണം എല്ലാവർക്കും, കേരളത്തിലുള്ള എല്ലാവർക്കും. ദേശാഭിമാനി പത്രമാണ് ഈ വീടിൻ്റെ ഐശ്വര്യം, അതാണ് വേണ്ടത്. പത്രത്തോടൊപ്പം നല്ല എല്ലാ വീടുകളിലും കൊടുക്കണം. പിന്നെ അത് നിർബന്ധമായും വീടിൻ്റെ മുന്നിൽ പതിക്കുകയും വേണമെന്ന് പറയണം. പിണറായിയുടെ പടവും സൈഡിൽ വയ്ക്കണം. മറുവശത്തോടെ അപ്പുറത്തെ സൈഡിൽ സ്ഥലം ഉണ്ടെങ്കിൽ മരുമകൻ്റെ പടവും കൂടെ വയ്ക്കണം. അതാവുമ്പോഴേ അതിൻ്റെ ഒരു പൂർണ്ണതയിലെത്തുകയുള്ളൂ. അപ്പോൾ എന്തായാലും ലോകത്ത് ജൂതന്മാർ വിറയ്ക്കുന്നത് ഒരു തൻ്റെ ഇടത്തോടു കൂടി അത് റിപ്പോർട്ട് ചെയ്യാൻ, അതും ഇന്ത്യയിലെ പിന്നെ ദേശീയ പാർട്ടിയായ MA ബേബി നയിക്കുന്ന പാർട്ടിയായ CPM വിറപ്പിച്ചു എന്നുള്ളത് ഇത്ര പ്രാധാന്യത്തോടു കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. അകത്തെ പേജിലാണെങ്കിലും നല്ല വെണ്ടയ്ക്ക അക്ഷരത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ഇസ്രായേൽ കടന്നാക്രമണം അവസാനിപ്പിക്കണം എന്നാണ് CPM പോളിറ്റ് ബ്യൂറോ പറഞ്ഞിരിക്കുന്നത്. അവൈലബിൾ പോളിറ്റ് ബ്യൂറോ പറഞ്ഞതായിട്ടൊന്നും അറിയത്തില്ല. അപ്പോൾ അതിനകത്ത് പറയുന്നത് ഏപ്രിൽ മാത്രം ഇസ്രായേലിൻ്റെ കര വ്യോമ ആക്രമണങ്ങളിൽ 2037 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ മാത്രം 200-ലധികം പേരെ കൊന്നൊടുക്കി. 2021 ഒക്ടോബർ 7 മുതൽ മൊത്തം 53,384 പലസ്തീൻകാർ കൊല്ലപ്പെട്ടതായിട്ടാണ് കണക്ക്. ഇത്രയും കൃത്യമായ കണക്കുകൾ പോലും ഈ പാർട്ടി പത്രത്തിൽ വന്നല്ലോ. അപ്പോൾ എത്ര വളരെ കർക്കശമായിട്ടും വളരെ ശുഷ്കാന്തിയോടും കൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം ഇവർ ശേഖരിച്ചിരിക്കുന്നത്. ഇതിൽ 94% സാധാരണക്കാരാണ്.
അതിൽ 51% കുട്ടികൾ, 16% സ്ത്രീകൾ, 8% മുതിർന്നവരുമാണ്. 2 മാസത്തിലേറെ ഗാസയിലേക്കുള്ള സഹായങ്ങൾ തടഞ്ഞ ഇസ്രയേൽ നിലവിൽ പേരിനുള്ള സഹായമാണ് അങ്ങോട്ടേക്ക് അനുവദിക്കുന്നത്. അപ്പോൾ ഗാസ അതിരൂക്ഷമായ പട്ടിണിയെ അഭിമുഖീകരിക്കുകയാണ്. അപ്പോൾ CPM പോലുള്ള പാർട്ടി എന്തെങ്കിലുമൊക്കെ കേരളത്തിൽ നിന്നാണെങ്കിലും ഭക്ഷ്യ വിഭവങ്ങളൊക്കെ ശേഖരിച്ച് ഗാസയിലേക്ക് എത്തിക്കുന്നത് എന്തായാലും നന്നായിരിക്കും. കാരണം ഗാസ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിട്ടുണ്ട് അതങ്ങ് ഏറ്റെടുക്കുമെന്ന്. അതിനു മുമ്പായിട്ട് എന്തായാലും MA ബേബിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം പോയി അവർക്ക് ഭക്ഷണ വിതരണവും വസ്ത്ര വിതരണവും ഒപ്പം ദേശാഭിമാനിയുടെ ഒരു കോപ്പിയും കൂടെ കൊടുത്താൽ നന്നായിരിക്കും. അപ്പോൾ അമേരിക്കൻ പിന്തുണയിൽ ഉന്മത്തരായി നിൽക്കുകയാണ് ഇസ്രയേൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, ആ പ്രയോഗമൊക്കെ എത്ര അതിസുന്ദരമായിട്ടാണെന്നറിയാമോ? ഇസ്രയേൽ അമേരിക്കൻ പിന്തുണയിൽ ഉന്മത്തരായ ഇസ്രയേൽ ഇപ്പോൾ ഗാസ മുനമ്പ് പൂർണ്ണമായും പിടിച്ചടക്കുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ദേശാഭിമാനി പക്ഷെ ഒരു കാര്യം അറിഞ്ഞില്ല, ഗാസ പിടിച്ചെടുത്ത് കഴിഞ്ഞു. അപ്പൊ ദേശാഭിമാനി കുറെ പിറകിലോട്ട് പോകുന്നു എന്നൊരു സംശയം. വംശഹത്യ എത്രയും വേഗം അവസാനിപ്പിക്കാൻ ഇന്ത്യയിലെ BJP സർക്കാർ ഇസ്രയേലിന് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തണം. അത് നരേന്ദ്രമോദിക്കില്ലാത്ത ഒരു വലിയ ഹോൾഡല്ലേ MA ബേബിക്ക് ലോകതലത്തിലുള്ളത്? വേണമെങ്കിൽ നമ്മുടെ AA റഹീമിനെയും കൂടെ കൂട്ടിയാൽ ചിലപ്പോൾ നെതന്യാഹു വരണ്ടു പോകും. റഹീമിൻ്റെ പടം കാണിച്ചാലും മതി, നെതന്യാഹു ചിലപ്പോൾ ബോധം കെട്ട് വീണെന്നിരിക്കും. അപ്പം ഇസ്രായേൽ നേതാക്കളായ യുദ്ധക്കുറ്റങ്ങളും വംശഹത്യയും ചുമത്തി വിചാരണ ചെയ്യണമെന്ന ആവശ്യത്തെയും ഇന്ത്യ പിന്തുണയ്ക്കണമെന്നാണ് പറയുന്നത്. 67 മുമ്പുള്ള അതിർത്തികളും കിഴക്കൻ ജെറുസലേം തലസ്ഥാനവുമായി പലസ്തീൻ രാജ്യത്തെ അംഗീകരിക്കണമെന്ന ദീർഘകാല ആവശ്യത്തെ ശക്തമായി പിന്തുണയ്ക്കുന്നതിനൊപ്പം പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്നാണ് പോളിറ്റ് ബ്യൂറോ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. അതിന് താഴെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ കുറേ മൂത്ത കടൽക്കിഴവന്മാരുണ്ട്, അവരെല്ലാം ഒപ്പിട്ടിട്ടുണ്ട്. കൈ വിറച്ച് ഇട്ട ഒപ്പും കൊടുത്തിട്ടുണ്ട്. MA ബേബി അതുമായിട്ട് നേരെ ഇനിയും ഗാസയിലേക്ക് പോകും. ഗാസയിലെത്തി അവിടെ അവർക്ക് ഭക്ഷണ സാധനങ്ങളും ഒക്കെ നൽകും. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ MA ബേബി ലോകതലത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. ഒരിക്കൽ അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്ന സമയത്ത് മാധ്യമപ്രവർത്തകർ കേരളത്തിലെ ഏതോ വിഷയത്തിൽ വളരെ കത്തിപ്പടർന്നു നിൽക്കുന്ന സമയത്ത് ആ വിഷയത്തെക്കുറിച്ച് ചോദിച്ചു പറഞ്ഞു, ഞാൻ ദേശീയ വിഷയങ്ങളെക്കുറിച്ച് മാത്രമേ പ്രതിപാദിക്കും വിശകലനം ചെയ്യുകയുമുള്ളൂ. സഞ്ചിയും തൂക്കിയിട്ടുണ്ട് തോളിൽ. അല്ലാതെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളിലൊന്നും ഞാൻ പ്രതികരിക്കാറില്ല എന്നാണ് സഖാവ് MA ബേബി പറഞ്ഞത്. അങ്ങനെ അത് ഇപ്പം ബേബിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഗാസയെ പോലുള്ള കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. വേണ്ടി വന്നാൽ അദ്ദേഹത്തെ ഇനി പാകിസ്ഥാനിലേക്കും വിടും നമ്മൾ. കാരണം അദ്ദേഹം പോയി കഴിഞ്ഞാൽ അതൊക്കെ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. എന്തായാലും പോകുമ്പം നമ്മുടെ ഭീമൻ്റെ ചുവന്ന കൊടി പിടിച്ചുകൊണ്ട് പോയതുപോലെ MA ബേബി അങ്ങനെ പോകും. ദേശാഭിമാനി പത്രവും ഉണ്ടാകും. അപ്പോൾ ഏതായാലും പോയിട്ട് വരൂ സഖാവ് MA ബേബി, വിപ്ലവ അഭിവാദ്യങ്ങൾ.